സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ഇന്ന് പണിമുടക്ക് നടത്തുകയാണ്. രണ്ടായിരത്തി 2018 ചികിത്സാ ഫീസ് അല്ല 2026 വാങ്ങുന്നത്. സാധാരണക്കാരും പോലും പ്രാപ്യമല്ലാത്ത രീതിയിൽ ഏകദേശം 300% വർധനവ് ആരോഗ്യമേഖല. ഇപ്പോൾ 7 വർഷമായി ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 1 രൂപ പോലും നമുക്ക് ശമ്പളം വർദ്ധിച്ചിട്ടില്ല. ആശുപത്രി പണിയെടുക്കുന്ന നഴ്സുമാർക്ക് പോലും ഒരു അസുഖം വന്നാൽ അവർക്ക് ആ ഒരു മാസം കൊണ്ട് ചികിത്സ പോലും ഫീസ് പോലും അടയ്ക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ഇന്ന് പണിമുടക്ക് നടത്തുകയാണ്. 40,000 രൂപ അവർക്ക് മിനിമം ശമ്പളം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക്. ഇത് യാതൊരു രീതിയിലും സ്വകാര്യ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് നടന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എറണാകുളം ശക്തൻ സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ മൈതാനത്ത് 10,000-കണക്കിന് നഴ്സുമാരാണ് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കും ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്ത തരത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ടം തന്നെ, വലിയ നഴ്സുമാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതും. രാവിലെ തുടങ്ങിയ അവകാശ പ്രഖ്യാപന സമ്മേളനമാണ്. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. മന്ത്രി രാജനാണ് ഉദ്ഘാടനം നടത്തിയത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. 2013 നടപ്പിലാക്കിയിരുന്ന അന്നത്തെ ശമ്പളം എത്രയാണോ അതിൻ്റെ 60% മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് അന്ന് 10,000 ആയിരുന്നു. അതിൻ്റെ 60%-മായി 6,000 രൂപ, അങ്ങനെ 16,000 രൂപയാണ് ശമ്പള വർധനവ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതല്ല വേണ്ടത്, 40,000 രൂപ മിനിമം ശമ്പളം വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു അവകാശ പ്രഖ്യാപന സമ്മേളനവും പ്രതിഷേധം സംബന്ധിച്ച് പ്രതിഷേധ സൂചകമായിട്ടുള്ള സംസ്ഥാന പണിമുടക്കുമാണ് ഇന്ന് നടത്തുന്നത്. ആശുപത്രിയിലെ നഴ്സുമാരെല്ലാവരും ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് നടത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെ കൂടുതൽ സംസാരിക്കുവാനായി ജാസ്മിൻ ഷാ നമ്മോടൊപ്പം ചേരുകയാണ്. ജാസ്മിൻ, ഇങ്ങനെയൊരു സമരത്തിൻ്റെ ഒരു കാര്യം എന്താണ്? 2018 ഏപ്രിൽ 23 അവസാനമായിട്ട് ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പള പ്രശ്നം ഉണ്ടായി. കാലം ഇത്രയായിട്ടും പിന്നീട് ഒരു ശമ്പള പ്രശ്നം ഉണ്ടായിട്ടില്ല. 2018 ചികിത്സാ ഫീസ് അല്ല 2026 വാങ്ങുന്നത്. സാധാരണക്കാരും പോലും പ്രാപ്യമല്ലാത്ത രീതിയിൽ ഏകദേശം 300% വർധനവ് ആരോഗ്യമേഖല. പക്ഷേ ഒരു നഴ്സിൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും കുറഞ്ഞ കാലാവധി 3 വർഷമാണ്. പരമാവധി കാലാവധി 5 വർഷവും. ഇപ്പോൾ 7 വർഷമായി ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 1 രൂപ പോലും നമുക്ക് ശമ്പളം വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജഗദീഷ് പ്രസാദ് കമ്മിറ്റി 40,000 രൂപ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, മുഴുവൻ ആളുകളും ഇവിടുത്തെ വിവിധ ട്രേഡുകളിൽ ആവശ്യപ്പെടുന്നു അറ്റ്പാറായിട്ടുള്ള ശമ്പളം കിട്ടണമെന്ന്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ കിട്ടുന്നില്ല. ഇപ്പോൾ ഇവർ IMA അടക്കം ആശുപത്രികൾ പൂട്ടിപ്പോയ കണക്ക് കിട്ടുന്നു. ആശുപത്രികൾ പൂട്ടിപ്പോവുകയല്ലേ, വൻകിട ആശുപത്രികൾ കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പണിയെടുക്കുന്ന നഴ്സുമാർക്ക് പോലും ഒരു അസുഖം വന്നാൽ അവർക്ക് ആ ഒരു മാസം കൊണ്ട് ചികിത്സ പോലും ഫീസ് പോലും അടയ്ക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അവർക്ക് മാന്യമായി ജീവിക്കാൻ ഈ സമയത്ത് ഞങ്ങൾ 1,333 രൂപയാണ് ഒരു ദിവസം ചോദിക്കുന്നത്. അത് ലഭിച്ചേ പറ്റും. അത് 5 വർഷമായി ഞങ്ങൾ എടുത്ത മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഞങ്ങളോട് ഡിസംബർ 2025 തൊഴിൽ മന്ത്രി പറഞ്ഞു 1 മാസം കൊണ്ട് ശമ്പളം പരിഷ്കരിക്കും. വീണ്ടും ഞങ്ങൾ സമയം കൊടുക്കും. അപ്പോൾ ഇനി വളരെ കുറച്ച് നാളുകളെ ഈ സർക്കാരിനുള്ളൂ. അപ്പോൾ അതിനു മുന്നേ ശമ്പള പരിഷ്കരണം കിട്ടിയേ തീരും. ഈ സമരം, ഈ പ്രതിഷേധം കൊണ്ട് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള പണിമുടക്കിലൂടെ ഈ ശമ്പളം നേടിയെടുക്കുന്നതിന് വരെ സമരം തുടരും. ഇന്നത്തെ സമരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആശുപത്രിയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ സാധാ രീതിയിലറിയും. അതുകൊണ്ടാണല്ലോ ആശുപത്രി മാനേജ്മെൻറ്റ് ഇന്നൊരു ദിവസം കൊണ്ട് കേരളത്തിൽ 100 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയും 4 ദിവസം ശമ്പളം മതി കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന നഴ്സുമാർക്ക് ഈ 40,000 കൊടുക്കാൻ. അപ്പോൾ അതിനു പോലും അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളമുണ്ട്. പിന്നെ പല ആശുപത്രി മാനേജ്മെൻറ്റും പറയുന്നുണ്ട് ഞങ്ങൾ ശമ്പളം കൊടുക്കാൻ തയ്യാറാണ്, സർക്കാർ ഇറക്കട്ടെ എന്ന്. പക്ഷേ ഇത് ഇവർ തമ്മിലുള്ളൊരു ഒത്തുകളിയാണ്. മാനേജ്മെൻറ്റ് നമ്മോട് പറയും നിങ്ങൾ സമരം ചെയ്യേണ്ട, സർക്കാർ ഉത്തരവ് ഇറക്കാനായിരുന്നു. എന്നാൽ സർക്കാർ ഉത്തരവ് ഇറക്കില്ല. ഈ ഇരട്ടത്താപ്പിനെതിരാണ് ഞങ്ങളുടെ സമരം. ഈ പണിമുടക്കിൽ കണ്ട് പഠിച്ച് സമരം 40,000 രൂപ ആക്കിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇനി തുടർച്ചയായി, അതായത് സമരം ഇനി തുടരുമോ? എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. നമ്മൾ ലോങ് മാർച്ചാണ് നമ്മുടെ സമര രീതിയിലേക്ക് കിടക്കുന്നത്. തൃശ്ശൂർ മുതൽ
കംപ്ലീറ്റ് സമ്പൂർണ്ണമായി പണിമുടക്കിക്കൊണ്ട് നഴ്സുമാർ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് നടത്തും. എപ്പോഴാണ് സർക്കാർ ഉത്തരവ് അപ്പോൾ മാത്രമേ ആ സമരത്തിൽ ഞങ്ങൾ പിന്മാറുള്ളൂ. തീർച്ചയായിട്ടും 40,000 രൂപ ശമ്പളം മിനിമം ശമ്പളം ആക്കുന്നതിനുള്ള ഉത്തരവ് ഇറക്കുമ്പോൾ മാത്രമേ ഇവർ ഈ ഒരു സമരം നിർത്തുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തുന്നതെന്നാണ് ജാസ്മിൻ ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമൂഹം ഒന്നടങ്കം നേഴ്സുമാരുടെ ഒപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആശുപത്രിയിൽ പോകുമ്പോൾ രോഗികളെ പരിചരിക്കുന്നത് ഡോക്ടർമാർ ചികിത്സ നൽകി പോകുന്നു. പിന്നീട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നേഴ്സുമാരുടെ കൂടെയാണ്. നേഴ്സുമാർ അത്രത്തോളം ഈ സമൂഹത്തിന് പ്രാധാന്യമുള്ളവരാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ശമ്പളം തീരെ ഇല്ലാത്തത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ലക്ഷങ്ങളാണ് ശമ്പളം നൽകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും നിരവധി പേരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് തടയിടണം എന്നുള്ളൊരു ആവശ്യവും കൂടി UN ഉന്നയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.